ഡൽഹി മുഖ്യമന്ത്രി നമുക്ക് ഇന്നറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേരുന്ന BJP പാർലമെന്ററി ബോഡി യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മുഖ്യമന്ത്രി അടക്കം മന്ത്രിസഭയിലേക്കുള്ള 15 പേരുടെ പട്ടിക ദേശീയ നേതൃത്വം തയ്യാറാക്കി കഴിഞ്ഞുവെന്നും ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ബൽറാം, പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. ഡൽഹിയിൽ BJP വലിയ വിജയം നേടി 7 ദിവസം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു പ്രഖ്യാപനം നടത്താൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ആ വിഷയത്തിലുള്ള ഒരു തീരുമാനമുണ്ടാകും എന്നാണ് BJP നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനം കഴിഞ്ഞ് രാത്രി മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി BJPയുടെ പാർലമെന്ററി ബോർഡ് ആഭ്യന്തരമന്ത്രി അമിത്ഷയും പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ചേരുന്ന യോഗം ചേരുകയും ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുമെന്നാണ് BJP നേതാക്കൾ അറിയിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായി നടന്നുവരുന്ന ചർച്ചകളിൽ 15 പേരുടെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ 9 പേരായിരിക്കും, മുഖ്യമന്ത്രി അടക്കം 9 പേരായിരിക്കും മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ നേതൃത്വം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ദളിത് വിഭാഗങ്ങൾക്ക്, സ്ത്രീകൾക്ക്, ഒപ്പം തന്നെ മറ്റ് ജാതി സമവാക്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രധാനമന്ത്രിയുടേത് തന്നെയായിരിക്കും. നിലവിൽ പല പേരുകളും ഉയർന്നു കേട്ടെങ്കിലും പ്രധാനമന്ത്രി ആയിരിക്കും അന്തിമമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. അതേസമയം ഒരു ഉപമുഖ്യമന്ത്രി ഇത്തവണ ഡൽഹിക്ക് ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് നേതാക്കൾ നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ തന്നെ BJPയുടെ നിയുക്ത MLA-മാരുടെ യോഗം വിളിക്കാനാണ് നീക്കം. ഇന്നത്തെ പാർലമെന്ററി ബോഡി യോഗത്തിന് ശേഷം നിയുക്ത MLA-മാരുടെ യോഗം വിളിച്ച് ഔപചാരികമായി പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിക്കാനാണ് ആലോചന. വ്യാഴാഴ്ച സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനുള്ള ആലോചനയിലാണ് BJP. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.